ഗുഡ് ഈവനിംഗ് ഡേയ്സ്. എല്ലാ ദിവസവും വൈകിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. നെഗറ്റീവായ കാര്യമാണെന്ന് സംഭവിച്ചത് എങ്കിൽ കൂടിയും പോസിറ്റീവായ കാര്യത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ട്രംപ് അങ്ങനെ 5 ദിവസത്തെ ഒരു യുദ്ധം പോസ് ചെയ്യാൻ തീരുമാനിച്ചു എന്നുള്ള വാർത്തകൾ വന്നു. ഗിഫ്റ്റ് നിഫ്റ്റി പറക്കാണിപ്പോൾ. ഡോ ഫ്യൂച്ചറും ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റുകളും യൂറോപ്യൻ മാർക്കറ്റും എല്ലാം തന്നെ ഗംഭീരമായ റാലിയിലാണ്. നമുക്ക് നാളെ നല്ലൊരു ഗ്യാപ്പ് അപ്പ് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ 5 ദിവസം യുദ്ധം പോസ് ചെയ്തതിന് ശേഷം പിന്നെ ഇതിൻ്റെ ഒരു പ്രസക്തി കുറഞ്ഞു പോയി യുദ്ധം പൂർണ്ണമായിട്ട് മാറുകയാണെങ്കിൽ വളരെയധികം ഗുണകരമാകും. ട്രംപാണ് എന്താണ് അടുത്തത് പറയുന്നത് നമുക്ക് ധാരണയില്ല. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ട് ഇതിൻ്റെ ഔട്ട്കം ഒരു കൺഫേമായി ഒരു ഒഫീഷ്യൽ ഡോക്യുമെൻ്റ് ആയാൽ മാത്രമാണ് നമുക്കത് കൺഫർമേഷനായിട്ട് പറയാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ ഇറാൻ ഇറാഖ് വാറ് 8 വർഷം നീണ്ടു നിന്ന വാറാണ്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 1980 ആരംഭിച്ച് 1988 ഈ ഒരു യുദ്ധം അവസാനിച്ചത്. അതുകൊണ്ട് തന്നെ ദീർഘകാല യുദ്ധം ചെയ്ത പരിചയം ഇറാനുണ്ട്. ഇറാനിപ്പോൾ എഴുതി പറയുന്നതല്ല, അവരുടെ ആ ഒരു ഹിസ്റ്ററി പറയുന്നതാണ്. പിന്നെ ഈ ഒരു ആയത്തുല്ല ഖമീനിയുടെ മരണത്തിന് ശേഷം അവിടെ ഒരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു സൈനികമായിട്ടുള്ള രീതിയിലാണ്. അതായത് ഒരു സെൻട്രൽ കമാൻഡില്ല. ഓരോ പ്രവിശ്യയിലെ ഗവർണറിന് അതല്ലെങ്കിൽ ആർക്കോ അവർക്ക് തീരുമാനിക്കാം തിരിച്ചടികൾ എല്ലാം തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അവർ പല ഗ്രൂപ്പുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ കരയുദ്ധവും അല്ലെങ്കിൽ ഈ യുദ്ധം തന്നെ വലിയ പെട്ടെന്നൊരു വിജയം ഈ അമേരിക്കൻ ഇസ്രായേൽ സഖ്യ കക്ഷികൾക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നു 4000 കിലോമീറ്റർ അപ്പുറമുള്ള UK സൈനിക ആ ഒരു താവളത്തിൽ അവരുടെ മിസൈൽ പതിച്ചു. 4000 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഇനിയും അതിക്കപ്പുറമുള്ള മിസൈൽസ് എല്ലാം തന്നെ ഇറാൻ്റെ പക്കലുണ്ട് എന്നിപ്പോൾ ട്രംപിൻ്റെ ഒരു ലൈവ് യൂട്യൂബ് ഞാനിപ്പോൾ കണ്ട് തീർന്നുള്ളൂ. അപ്പോൾ ആ യൂട്യൂബിൽ ട്രംപ് തന്നെ പറയുന്നുണ്ട് അവരുടെ ഭാഗത്ത് ഒരുപാട് ടൈപ്പ് ഓഫ് മിസൈലുകൾ ഉണ്ട് എന്നുള്ള ഒരു ന്യൂസുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു യുദ്ധം ഇപ്പോൾ താൽക്കാലികമായിട്ട് നിർത്തുന്ന ഒരവസ്ഥയിലേക്കാണ് പോകുന്നത്. പക്ഷേ ഇനി ഇത് ഇപ്പോൾ പുലി പതുങ്ങുന്നത് എന്താ പറയുക, കൂടുതൽ ആക്രമിക്കാനാണ് എന്ന് പറയും പോലെ തന്നെ ഇത് ആക്ച്വൽ ആയിട്ട് യുദ്ധം മാറുകയാണോ എന്നുള്ളതൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. എന്തൊക്കെ പറഞ്ഞാലും നിഫ്റ്റി 50-ലെ TCSും വിപ്രോയും ഉൾപ്പെടെയുള്ള ഒരുപാട് കമ്പനീസ് 52 വീക്ക് ലോയിലാണ്. ഈ ഒരു യുദ്ധം കാരണം ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് 50 ലക്ഷം കോടി വൈപ്പൗട്ടായി. ഇന്നും 15 ലക്ഷം കോടി വൈപ്പൗട്ടായി. 1800 പോയിൻ്റ് ഒരു ഇടിവ് സെൻസെക്സിലുണ്ടായി. നിഫ്റ്റി 600 പോയിൻ്റ് ഒരു ഇടിവുണ്ടായി. നിഫ്റ്റി തന്നെ ഇപ്പോൾ എത്തി നിൽക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ വിക്സ് എത്തി നിൽക്കുന്നത് 2 വർഷത്തിന് മുമ്പുള്ള ഓൾ ടൈം ഹൈയിലേക്കാണ് ഇന്ത്യ വിക്സ് തന്നെ എത്തി നിൽക്കുന്നത്. ബ്രന്റ് ഓയിൽ ബാരലിന് 115 അടക്കുന്നുണ്ട്. ഇതിനിടയിൽ സ്വർണം വാങ്ങിച്ച് ലാഭം കൊയ്യാമെന്ന് കരുതിയ ആളുകളുടെ കാര്യം വളരെയധികം കഷ്ടത്തിലായി. സ്വർണം വളരെ ശക്തമായ രീതിയിൽ കുത്തുന്ന അവസ്ഥയിലാണുള്ളത്. 48 മണിക്കൂറിൽ അന്ത്യശ്വാസനം കൊടുത്ത ട്രംപ് പെട്ടെന്ന് തന്നെ ഒരു കൂൾ ഡൗൺ ആയ ഒരു കൂൾ പ്രസിഡൻ്റ് ആയ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. അപ്പോൾ ഇത് കാരണം കോളെല്ലാം തന്നെ അഗ്രസീവായിട്ട് ഷോർട്ട് ചെയ്ത ആളുകളെ സംബന്ധിച്ച് നാളെ വലിയ ഭീകരമായ രീതിയിൽ ലോസ് കാത്തിരിക്കുന്നുണ്ട്. IT സ്റ്റോക്കുകളിൽ നിന്ന് HCL ടെക്കും, ഇൻഫോസിസ് ഇല്ല, HCL ടെക്കും ടെക്കമും തുടങ്ങിയ IT സ്റ്റോക്കുകൾ ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. കാരണം റുപ്പീസ് ഓൾ ടൈം ലോയിലാണ്. അപ്പോൾ റുപ്പീസ് ഓൾ ടൈം ലോയിലാവുമ്പോൾ IT സ്റ്റോക്കുകൾക്ക് ഗുണകരമാകും. അപ്പോൾ ഇനിയിപ്പോൾ കൂടുതൽ ഇൻഡെപ്തായിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ ഈ റോയൽ നേവിയുടെ എല്ലാം തന്നെ HMS ആൻസൺ എന്ന് പറയുന്ന ഒരു സബ്മറൈൻ, ന്യൂക്ലിയർ പവേർഡ് സബ്മറൈൻസ് എല്ലാം തന്നെ നോർത്തേൺ അറേബ്യൻ സീയിലേക്ക് പോയിട്ടുണ്ട്. വെറുതെ ഒന്നും തന്നെ പെട്രോൾ അടിച്ച് അവർ ഇത്ര ദൂരം യാത്ര ചെയ്യില്ലല്ലോ. പെട്രോൾ എന്ന് പറയുന്നത് ഞാനൊരു കോമിക്കായിട്ട് പറഞ്ഞാണ് എൻ്റെ പോയിന്റ്. വെറുതെ ഒന്നും തന്നെ ഈ ഒരു HMSഉം തന്നെ ഈ ന്യൂക്ലിയർ പവേർഡ് HMSഉം തന്നെ വെറുതെ അവർ ആ ഷിപ്പൊന്നും എടുക്കില്ല. അതുകൊണ്ട് തന്നെ ഈ 5 ദിവസം കാലതാമസം അല്ലെങ്കിൽ വെടിനിർത്തൽ എന്ന് പറയുന്നത് അത് ആശ്വസിക്കാനോ സമാധാനിക്കാനായിട്ടുള്ള ഒരു ഇടം നമുക്ക് നൽകുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലേക്ക് ലോകം അല്ലെങ്കിൽ മാർക്കറ്റ് പോകും എന്നുള്ള രീതിയിൽ നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റില്ല.
പക്ഷേ ഓവർ സോൾഡ് ആയിട്ടുള്ള മാർക്കറ്റ്, നിഫ്റ്റി 50-യിൽ തന്നെ 10-16ഓളം സ്റ്റോക്കുകൾ 52 വീക്ക് ലോയിൽ നിൽക്കുന്ന അവസ്ഥയിൽ, ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസ് എല്ലാം തന്നെ അതിഭീകരമായ രീതിയിൽ ഇടിഞ്ഞു നിൽക്കുന്ന അവസ്ഥയിൽ ഇപ്പോൾ വന്ന ഈ ഒരു പോസിറ്റീവ് ന്യൂസ്, അത് നിഫ്റ്റിയിൽ ഇപ്പോൾ തന്നെ ഏകദേശം ഒരു 1000 പോയിൻ്റ് അടുത്ത്, 1000 അല്ല ഒരു 600 പോയിൻ്റ് അടുത്തൊക്കെ ഗ്യാപ്പ് അപ്പിലാണുള്ളത്. നാളെ നമുക്ക് നിഫ്റ്റിയുടെ എക്സ്പയർ ചെയ്യാം. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആളുകളും നിഫ്റ്റിയിലെ ഷോർട്ട് ചെയ്യാൻ സാധ്യത 22,500 സ്പോട്ട് നിൽക്കുമ്പോൾ 22,800 പോട്ടെ 23,000 എന്ന റേഞ്ചുകൾ ആയിരിക്കാം. 23,000-ൽ നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇൻ ദ മണിയിലായിരിക്കും എല്ലാ ആളുകളുടെയും മാർക്കറ്റ് പൊസിഷൻ ഉണ്ടാവുക. അപ്പോൾ തന്നെ ഒരു ഭീകരത വരും. പിന്നീട് ഷോർട്ട് കവറിങ് റാലിയും കൂടി ഉണ്ടാവുകയാണെങ്കിൽ നാളെ വീണ്ടും കുറേ ആളുകളുടെ പൈസ പോകും. പക്ഷെ നിക്ഷേപകരെ സംബന്ധിച്ച് വളരെയധികം നല്ല ദിവസമാണല്ലോ. പിന്നെ വേറെ ഒരു കാര്യമുള്ളത്, ഇന്നൊരു സിംഗിൾ ഡേ കൊണ്ട് നമ്മുടെ ഇന്ത്യ വിക്സ് 18% സ്പൈക്ക് ഉണ്ടായത് ഇന്ത്യ വിക്സ്. അപ്പോൾ ആ ഇന്ത്യ വിക്സിൽ ഒരു ഫോൾ ഉണ്ടാവും. 18%, 26 ഇന്ത്യ വിക്സ് നിൽക്കുന്നത്. അതായത് നമ്മളുടെ ഇലക്ഷനിൽ പോലും 26 വിക്സ് വന്നിരുന്നില്ല. അപ്പോൾ ആ ഒരു ഇന്ത്യ വിക്സ് നാളെ കൂൾ ഡൗൺ ആകുമ്പോൾ നമ്മുടെ പ്രീമിയം എല്ലാം തന്നെ മെൽറ്റ് ആവും. അവിടെയാണ് കോൾ ആരെങ്കിലും എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ, ഈവൻ പുട്ട് ആരെങ്കിലും എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ പ്രീമിയം എല്ലാം തന്നെ നാളെ മെൽറ്റ് ആവാനുള്ള സാധ്യതകൾ കൂടുതലായിരിക്കും. എനിവേ നാളത്തെ 5 മിനിറ്റ് വളരെയധികം നിർണായകമാണ് നമ്മുടെ മാർക്കറ്റിൽ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇന്ന് ഗ്ലോബൽ മാർക്കറ്റൊക്കെ ഒന്ന് കണ്ടുവരാം. നിക്ഷേപകർക്ക് വളരെയധികം സന്തോഷമാവും. ഏറ്റവും താഴെ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റ് പ്ലസ്സിലാണ്. ഇനി ഗിഫ്റ്റ് നിഫ്റ്റി കാണാം, 1000 പോയിൻ്റ് അപ്പിലാണ്. ഏറ്റവും ടോപ്പിൽ നോക്കാൻ കാണാം ഗിഫ്റ്റ് നിഫ്റ്റി 1000 പോയിൻ്റ് അപ്പിലാണ്. പിന്നെ നമ്മളുടെ ഡോ ഫ്യൂച്ചർ പ്ലസ്സിലാണല്ലോ. അപ്പോൾ ഇതിന് ശേഷമുള്ള സ്ക്രീൻഷോട്ട് ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നില്ല. അപ്പോൾ എനിവേ ഇതാണ് ഇപ്പോൾ മാർക്കറ്റിൻ്റെ അവസ്ഥ. ഇരുഭാഗത്തേക്കും അടി കിട്ടിയ ആളുകൾ, ഇരുഭാഗത്തേക്കും അടി കിട്ടിയ ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്ന ആളുകളൊക്കെ മേ ബി ഉണ്ടാവാം. അതായത് ഇടിഞ്ഞ സമയത്തും ലോസ്, മാർക്കറ്റ് കയറിയ സമയത്തും ലോസ്. ഈ താരിഫിൻ്റെ ഇഷ്യൂ വന്നപ്പോൾ അതുപോലെയായിരുന്നല്ലോ. താരിഫ് പ്രഖ്യാപിച്ച ദിവസം 1000 പോയിൻ്റ് ഗ്യാപ്പ് ഡൗണ്, പിന്നെ ഇന്ത്യക്ക് 19% കുറച്ചപ്പോൾ 1200 പോയിൻ്റ് ഗ്യാപ്പ് അപ്പ്. അപ്പോൾ അതുപോലെ ഈ താരിഫിൻ്റെ സിനാരിയോയിൽ 2 ഭാഗത്തും അടി കിട്ടിയ ആളുകളുണ്ടാവും. അതുപോലെ തന്നെ യുദ്ധത്തിൻ്റെ സിനാരിയോയിൽ അതുപോലെ തന്നെ ഗ്യാപ്പ് ഡൗൺ ആയ സമയത്തും അടി കിട്ടിയ ആളുകളുണ്ടാവാം. നാളെ ഇപ്പോൾ ഗ്യാപ്പ് അപ്പായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോഴും അടി കിട്ടാൻ സാധ്യതയുള്ള ആളുകളും മാർക്കറ്റിൽ ഉണ്ടാവാം. എനിവേ ഇങ്ങനെയാണ് മാർക്കറ്റിൻ്റെ ഒരു സ്ട്രക്ചറ്. ഗോൾഡ് ഇടിവിലാണല്ലോ. എനിവേ അപ്പോൾ കാരണം ഞാനിപ്പോൾ നമ്മുടെ ചാനലിൽ അല്ലെങ്കിൽ നമ്മൾ ഒരേ സമയം തന്നെ നമ്മൾ ഒരുപാട് ഓപ്ഷൻ ചെയ്യുന്ന ആളുകളുണ്ട്, ഇൻവെസ്റ്റേഴ്സും ഉണ്ട്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് നല്ല പോസിറ്റീവായിട്ടുള്ള വാർത്തകളാണ് ഉള്ളത്. എനിക്ക് മിക്സ്ഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്, കാരണം ഓപ്ഷനും ഉണ്ട് ഇൻവെസ്റ്റ്മെൻറ്റും ഉണ്ട്. എനിവേ നല്ലത് വരട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാം. എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു ഓൾ.